ആ പൊട്ടിത്തെറിക്കണ ഡീസലൊക്കെ പോകുന്നത് കത്തിത്തുടങ്ങിയെന്ന് പറഞ്ഞു. Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. കേരള വീഡിയോ. കേരളത്തിൽ നടക്കുന്ന സംഭവത്തിൻ്റെ വീഡിയോ ആണിത്. സ്കൂൾ ബസ് ഓൺ ഇറ്റ്സ് വേ. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ, സ്കൂൾ ബസ് അതിൻ്റെ വഴിയിൽ. ടു പിക്കപ്പ്. പിക്കപ്പ് എന്നാൽ എടുക്കുക. ചിൽഡ്രൻ കുട്ടികളെ. സ്കൂൾ ബസ് കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വഴിയിലായിരുന്നു. ആ സമയത്ത് ക്യാച്ച് ഫയർ. ക്യാച്ച് ഫയർ എന്നാൽ തീ പിടിക്കുക എന്നാണ് അർത്ഥം. ക്യാച്ച് ഫയർ തീ പിടിക്കുന്നു. സ്കൂൾ ബസ് ആ സമയത്ത് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സ്കൂൾ ബസ് തീ പിടിക്കുന്നു. അറ്റ് കുണ്ടന്നൂർ ഇൻ കൊച്ചി. കൊച്ചിയിലെ ഈ കുണ്ടന്നൂർ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. നോ ഇഞ്ചുറീസ് റിപ്പോർട്ടഡ്. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊച്ചി. ഇൻ എ ടെറിഫയിങ് ഇൻസിഡൻറ്റ്. ടെറിഫയിങ് എന്നാൽ ഭയപ്പെടുത്തുന്ന എന്നാണ് അർത്ഥം. ഭയപ്പെടുത്തുന്ന സംഭവം. ദാറ്റ് ഹാസ് കം ടു ലേറ്റ്. കം ടു ലേറ്റ് എന്നാൽ ഇവിടെ കാണപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഫ്രം കുണ്ടന്നൂർ ഇൻ കൊച്ചി സിറ്റി ഓഫ് കേരള. കേരളത്തിലെ കൊച്ചിയിലെ ഈ സ്ഥലത്ത് നിന്നാണ് സംഭവം. എ സ്കൂൾ ബസ്, ഒരു സ്കൂൾ ബസ്. കോട്ട് ഫയർ തീ പിടിച്ചു. ഓൺ ദ മോർണിംഗ് രാവിലെ. ഓഫ് ജൂലൈ 10th ജൂലൈ 10th വെനസ്ഡേ ബുധനാഴ്ച ദിവസം. ഫോർച്ചുനേറ്റ്ലി നോ ഇഞ്ചുറീസ് വേർ റിപ്പോർട്ടഡ്. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആസ് എന്നാൽ ആയതിനാൽ എന്നാണ് അർത്ഥം. ദർ വേർ നോ ചിൽഡ്രൻ. കുട്ടികൾ ഇല്ലായിരുന്നു. ഓൺ ബോർഡ്. ഓൺ ബോർഡ് എന്നാൽ ബസ്സിലായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ബസ്സിൽ കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് ദ ഇൻസിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. വെൻ എന്നാൽ ആ സമയത്ത്, സംഭവ സമയത്ത് സ്കൂൾ ബസ്സിൽ കുട്ടികളൊന്നുമില്ലായിരുന്നു. ആയതിനാൽ പരിക്കുകളൊന്നും ഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിക്കുകൾ ഉണ്ടായിട്ടില്ല. ദ ബസ് വാസ് അസോസിയേറ്റഡ് വിത്ത് തേവാര ST മേരീസ് അപ്പർ പ്രൈമറി സ്കൂൾ. ഈ സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബസ്സാണ്. ഓൺ ഇറ്റ്സ് വേ അതിൻ്റെ വഴിയിലായിരുന്നു. ടു പിക്കപ്പ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലായിരുന്നു. വെൻ ആ സമയത്ത് ദ ഡ്രൈവർ നോട്ടീസ്. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക, കാണുക, ഇതൊക്കെയാണ് അർത്ഥം. നോട്ടീസ്ഡ് കണ്ടു, ശ്രദ്ധിച്ചു. സ്മോക്ക്. സ്മോക്ക് എന്നാൽ പുക. പുക ശ്രദ്ധിച്ചു. ആ സമയത്ത് ഡ്രൈവർ പുക ശ്രദ്ധിച്ചു. എമനേറ്റിംഗ് ഫ്രം ദ വെഹിക്കിൾ. എമനേറ്റ് എന്നാൽ പുറപ്പെടുക എന്നാണ് അർത്ഥം. ഉത്ഭവിക്കുക. പുക ഉത്ഭവിക്കുന്നതായിട്ട് ബസ് ഡ്രൈവർ ശ്രദ്ധിച്ചു. ഫ്രം ദ വെഹിക്കിൾ എന്നാൽ വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് ഡ്രൈവർ ശ്രദ്ധിച്ചു. ദ ഡ്രൈവർ പ്രൊംപ്റ്റ്ലി. പ്രൊംപ്റ്റ്ലി എന്നാൽ പെട്ടെന്ന്. പാർക്ക്ഡ് ദ വെഹിക്കിൾ ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. പെട്ടെന്ന് ഡ്രൈവർ വാഹനം റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു. ആൻഡ് ഇൻഫോംഡ് എന്നിട്ട് അറിയിച്ചു. ദ കൺസേൺഡ് അതോറിറ്റീസ് അതായത് ആ തീയണക്കുന്ന അധികാരികളെ, സംഘത്തെ ഡ്രൈവർ അറിയിച്ചു. ടു ഡു ദ നെസസറി ഡയഗ്നോസിസ്. നെസസറി എന്നാൽ ആവശ്യമായ എന്നാണ് അർത്ഥം. നെസസറി ഡയഗ്നോസിസ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീയണക്കാൻ വേണ്ടിയിട്ട് ഈ ടീമിനെ, തീയണക്കുന്ന സംഘത്തെ ഡ്രൈവർ അറിയിച്ചു. സൂൺ പെട്ടെന്ന്. എ ടീം ഓഫ് ഫയർ ഫൈറ്റേഴ്സ് തീയണക്കുന്ന സംഘം. അറൈവ്ഡ് എത്തിച്ചേർന്നു. അറ്റ് ദ സ്പോട്ട് സംഭവ സ്ഥലത്തേക്ക്. സ്പോട്ട് എന്നാൽ സംഭവസ്ഥലം. പെട്ടെന്ന് തന്നെ തീയണക്കുന്ന സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ബൈ ദ ടൈം അപ്പോഴേക്കും. ദ ബ്ലേസ്. ബ്ലേസ് എന്നാൽ തീജ്വാല എന്നാണ് അർത്ഥം. ഇൻഗൾഫ് എന്നാൽ അർത്ഥം വിഴുങ്ങുക എന്നാണ് അർത്ഥം. വിഴുങ്ങിക്കളയുക. കംപ്ലീറ്റ്ലി എന്നാൽ മുഴുവനായും. അപ്പോഴേക്കും ദ ബ്ലേസ് ഹാഡ് കംപ്ലീറ്റ്ലി ഇൻഗൾഫ്ഡ് ദ ബസ്. അപ്പോഴേക്കും ആ ബസ് മുഴുവനായിട്ടും തീജ്വാല വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു, തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ദ ഫയർ ഫൈറ്റിംഗ് ടീം തീ അണക്കുന്ന സംഘം. ബ്രോട്ട് കൊണ്ടുവന്നു. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ്. ബ്രോട്ട് കൊണ്ടുവന്നു.
ദ ബ്ലേസ് അണ്ടർ കൺട്രോൾ. ഇവിടെ തീയെ നിയന്ത്രിച്ചു എന്നുള്ള അർത്ഥമാണ്. തീ അണച്ചു എന്നാണ് അർത്ഥം. ദ ഫയർ ഫൈറ്റിംഗ് ടീം ബ്രോട്ട് ദ ബ്ലേസ് അണ്ടർ കൺട്രോൾ. ആ തീയിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. പ്രിവെൻറ്റിംഗ് തടയുന്നു. ഇറ്റ് അതിനെ ആ തീയിനെ ഫ്രം സ്പ്രെഡിങ് ഫേർദർ. കൂടുതൽ ആ തീ പടരുന്നതിൽ നിന്നും ആ തീയിനെ തടയുന്നു. പ്രിവെൻറ്റിംഗ് എന്നാൽ തടയൽ. തിക്ക്. തിക്ക് എന്നാൽ കട്ടിയായ എന്നാണ് അർത്ഥം, സാന്ദ്രമായ. പ്ലൂം. പ്ലൂം എന്നാൽ അർത്ഥം ശിഖ, നാളം, ഇതൊക്കെയാണ് അർത്ഥം. തിക്ക് പ്ലൂംസ് ഓഫ് സ്മോക്ക്. കട്ടിയുള്ള പുകനാളങ്ങൾ വേർ സീൻ കാണപ്പെട്ടു. ബിലോവിങ്. ബിലോ എന്നാൽ അർത്ഥം തിരയടിക്കുക, മുകളിലേക്കു പ്രവഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഫ്രം എബോ ദ ബസ്. ബസ്സിൻ്റെ മുകളിൽ നിന്നും കട്ടിയുള്ള പുകനാളങ്ങൾ ഉയരുന്നതായിട്ട് കാണപ്പെട്ടു. ദ കോസ് ഓഫ് ദ ഫയർ ഈസ് സ്റ്റിൽ ബീയിങ് അസർട്ടൈൻഡ്. അസർട്ടൈൻഡ് എന്നാൽ നിജപ്പെടുത്താത്ത എന്നാണ് അർത്ഥം. കോസ് എന്നാൽ കാരണം. ദ കോസ് ഓഫ് ദ ഫയർ തീപിടുത്തത്തിൻ്റെ കാരണം ഈസ് സ്റ്റിൽ ബീയിങ് അസർട്ടൈൻഡ്. തീപിടുത്തത്തിൻ്റെ കാരണം ഇപ്പോഴും നിജപ്പെടുത്തിയിട്ടില്ല, അതെന്താണെന്ന് വ്യക്തമായിട്ടില്ല, മനസ്സിലായിട്ടില്ല. എ സിമിലർ ഇൻസിഡൻറ്റ്. ഒരു സമാനമായ സംഭവം വാസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇൻ പൂനെ. പൂനെയിൽ ഇൻ ഏപ്രിൽ 2023. 2023 സമാനമായിട്ടുള്ള ഒരു സംഭവം പൂനെയിൽ റിപ്പോർട്ട് ചെയ്തു. വെൻ ആ സമയത്ത് സ്റ്റേഷനറി സ്കൂൾ ബസ്. സ്റ്റേഷനറി എന്നാൽ അനങ്ങാത്ത എന്നുള്ള അർത്ഥമാണ്, നിർത്തിയിട്ടിരിക്കുന്ന ബസ്, അതാണ് സ്റ്റേഷനറി ബസ്. സ്റ്റേഷനറി സ്കൂൾ ബസ് ഹാഡ് ഗോട്ട് ഫയർ. തീ പിടിച്ചു ഇൻ കൊന്ത്വ ബുദ്രക്. ഈ സ്ഥലത്താണ് സംഭവം. പ്രൊംപ്റ്റിംഗ് എ ക്വിക്ക് റെസ്പോൺസ്. പെട്ടെന്നുള്ള നടപടിയെടുക്കുന്നു, തീയണക്കുന്നു. ഫ്രം ദ ഫയർ ബ്രിഗേഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഇറ്റ്. എക്സ്റ്റിങ്ക്വിഷ് എന്നാൽ അർത്ഥം അണയിക്കുക എന്നുള്ള അർത്ഥമാണ്. തീ അണക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ള പ്രവർത്തനം അവരുടെ പക്കൽ നിന്നും ഉണ്ടാകുന്നു. ഫയർ ബ്രിഗേഡ് എന്നാൽ തീയണക്കുന്ന സംഘം. പ്രൊംപ്റ്റിംഗ് എന്നാൽ അർത്ഥം, മറ്റൊരർത്ഥം പ്രേരിപ്പിക്കുക, ബോധിപ്പിക്കുക, അറിയിക്കുക, ഇതൊക്കെയാണ്. തീയണക്കുന്ന സംഘത്തിൽ നിന്നും തീയണക്കാനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നു. അക്കോർഡിംഗ് ടു ഇൻഫോർമേഷൻ റിസീവ്ഡ്. ലഭിച്ച വിവരമനുസരിച്ച് ദ ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ഈ സംഭവം സംഭവിച്ചത് നിയർ മൻസുഖുഭായ് കൊത്താരി നാഷണൽ സ്കൂൾ ലൊക്കേറ്റഡ് നിയർ HM റോയൽ സൊസൈറ്റി. HM റോയൽ സൊസൈറ്റിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ ബസ്, അതിൻ്റെ കൊത്താരി നാഷണൽ സ്കൂൾ, അതിനടുത്ത് വച്ചാണ് ഈ സംഭവം സംഭവിച്ചത്. നിയർ എന്നാൽ അടുത്ത്. ലോക്കൽസ് നാട്ടുകാർ അലേർട്ടഡ് അറിയിച്ചു. ദ ഫയർ ബ്രിഗേഡ് തീയണക്കുന്ന സംഘത്തെ അറിയിച്ചു. എബൌട്ട് ദ ബ്ലേസ് ആ തീജ്വാല, തീ പിടിച്ചതിനെ പറ്റിയിട്ട് അറിയിച്ചു. എമനേറ്റിംഗ് ഫ്രം ദ ബസ്. എമനേറ്റ് എന്നാൽ പുറപ്പെടുക, ഉത്ഭവിക്കുക. ആ ബസ്സിൽ നിന്നും തീ ഉത്ഭവിക്കുന്നത് നാട്ടുകാർ തീയണക്കുന്ന സംഘത്തെ അറിയിച്ചു. വിച്ച് എന്നാൽ അത്. ആ സ്കൂൾ ബസ് വാസ് പാർക്ക്ഡ് ഓൺ ദ റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന ബസ്സായിരുന്നു. ഫോർച്യുനേറ്റ്ലി ഭാഗ്യവശാൽ നോ വൺ വാസ് ഇൻജൂർഡ് ഇൻ ദ ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിൽ ഒരാൾക്കും ഭാഗ്യവശാൽ പരിക്കേറ്റില്ല. നോ വൺ വാസ് ഇൻജൂർഡ് എന്നാൽ ഒരാൾക്കും പരിക്കേറ്റില്ല. ഇൻ ദ ഇൻസിഡൻറ്റ് ഈ സംഭവത്തിൽ.